പുറകിൽ വണ്ടി വേഗം വിട്ടേ. ചവിട്ടി വിട്, ചവിട്ടി വിട്. വലത്തോട്ട് 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 അന്നപ്പാ വണ്ടി റിവേഴ്സ് റിവേഴ്സ് റിവേഴ്സ്. വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്താ കാര്യം? കാർഗിൽ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനിയുണ്ടല്ലോ സിയാച്ചിൻ, ലഡാക്ക്, കാശ്മീർ, അവിടെയൊക്കെയുള്ള എല്ലാ വെടിവെപ്പുകളിലും പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു സാധാരണ ജീവിതം എന്തായാലും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. മാരിയപ്പൻ എന്നെ ഒതുക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. അല്ല, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഒരു വെടിയെങ്കിലും ആ മാരിയപ്പനെ നേരെ വെച്ചില്ലല്ലോ. മുതുമുത്തച്ഛന്മാർ ചെയ്ത പുണ്യം കൊണ്ടാ കാറ്റ് പോകാതെ ഇവിടെ ഇപ്പൊ എങ്ങനെ നിൽക്കുന്നത്. ഓ, നിങ്ങൾക്കുണ്ടോ മുതുമുത്തച്ഛന്മാരൊക്കെ? ഞങ്ങൾ പിന്നെ കൂണ് പോലെ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നാണോ? തന്നെയുണ്ടല്ലോ എന്റെ അണപ്പല് താൻ അടിച്ചു തെറിപ്പിക്കുമല്ലേ? താൻ ചതിക്കുമെന്നുള്ള സംശയമുള്ളതുകൊണ്ട് തന്നെയാടോ തന്നെ പിന്തുടർന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ വന്നത്. സംഗതിയുടെ ഗൗരവം ഇപ്പൊ മനസ്സിലായല്ലോ. കാട്ടിലുള്ള കുടിപ്പക തീർക്കാൻ മാരിയപ്പനും സംഘവും നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. അവനെ നേരിടണമെങ്കിൽ എന്റെ ചികിത്സ ഇപ്പൊ ഈ നിമിഷം തുടങ്ങണം. അവധി പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാന്ന് വിചാരിക്കണം. മനഃശാസ്ത്രത്തെ പറ്റി ഇയാൾ എന്താ മനസ്സിലാക്കിയത്? കൂടുതൽ സംസാരിക്കേണ്ടെന്നാ പറഞ്ഞത്. സംസാരിക്കാതെ എങ്ങനെ ഇയാളുടെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്? എന്റെ പ്രശ്നങ്ങൾ പലവട്ടം ഞാൻ പറഞ്ഞില്ലടോ. അതല്ല മിസ്റ്റർ, ഇയാളുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയണം. പറയാലോ. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് ഞാൻ ജനിച്ചത്. എന്റെ തന്ത സ്കൂൾ അധ്യാപകനായ ഒരു നാറിയായിരുന്നു. പുറത്ത് ഖാതറിട്ട് നടക്കുന്ന ഗാന്ധിയനായ ഒരു ആദർശ പുരുഷൻ. വീട്ടിലെത്തിയ ഭാര്യയും മക്കളും തല്ലലാണ് അയാളുടെ ഹോബി. ഇന്ത്യയിലെ 1-ാം നമ്പർ ആദർശ പുരുഷനാകാൻ വേണ്ടിയാണ് എന്നെ അയാൾ തല്ലിയത്. 14-ാമത്തെ വയസ്സിൽ ഞാൻ അയാളെ തിരിച്ചു തല്ലി നാട് വിട്ടു. തന്തയെ തല്ലിയവനായതുകൊണ്ട് പിന്നെ ആരെയും തല്ലവനായി. ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. ഖോരഗ്പൂരിൽ വെച്ച് നാട്ടിലുള്ള റസാഖിനെ കണ്ടപ്പോഴാ തന്ത വടിയായ വിവരം അറിഞ്ഞത്. നാട്ടിലെത്തിയപ്പോഴേക്കും തന്തയുടെ വഴിയെ തള്ളയും പോയി. ഇത്തിരി സ്വത്തുണ്ടായിരുന്ന മുഴുവൻ പെങ്ങളൊരുത്തിയുടെ പേരിലാണ് തന്ത എഴുതി വെച്ചിരുന്നത്. പാതി എനിക്ക് കിട്ടണമെന്നും പറഞ്ഞ് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി. ഒടുക്കം അളിയന്റെ കാലിനൊരു വെട്ടുവെട്ടി വെടിവാൾ കൊണ്ട്. അങ്ങനെ പിന്നെ നാട് വിട്ടു. എന്തിനധികം പറയുന്നു. കറങ്ങി തിരിഞ്ഞ് എങ്ങനെയോ ഇന്നത്തെ അവസ്ഥയിലെത്തി. ആ അവസ്ഥയ്ക്കാ ഇപ്പൊ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇയാൾ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്? അത് കുറെയൊക്കെ പുളുവടിയല്ലേടോ. എന്ന് വെച്ച് ഏത് നിമിഷവും ഒരുത്തനെ കൊന്നുകൂടുന്നില്ല. എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ തമ്മിലൊരു ധാരണയായ സ്ഥിതിക്ക് ഇനി അത് വേണ്ടി വരുമോ? കൊള്ളക്കാരനാകാനുള്ള പ്രേരണ ഇതൊക്കെയാണ് എന്ന് തീർത്ത് പറയാൻ നോക്കുകയല്ല. ഞാൻ വലിയൊരു സിനിമാ പ്രേമിയായിരുന്നു. രജനീകാന്തിന്റെ ഭാഷ കണ്ടപ്പോ എനിക്കും അയാളെ പോലെ ആകണമെന്ന് തോന്നുന്നു. മാനസിക വിഷമം വരുമ്പോഴൊക്കെ പലതവണ ഭാഷയിട്ട് കണ്ടു നോക്കിയിട്ടുണ്ട്. പോയ ഉസിരി തിരിച്ചു വരും. പക്ഷേ ഇപ്പൊ ഈ ധൈര്യം ചോർന്നു പോയി കൈവർ തുടങ്ങിയപ്പോ ഒരു 50 തവണ ഭാഷയിട്ട് നോക്കി. ഒരു മെച്ചവും കിട്ടിയില്ല. എങ്കിൽ പഴയ ഷോലെ ഒന്ന് കണ്ടു നോക്ക്. അതും കണ്ടതാ. സിനിമയൊന്നും ഇനി രക്ഷയില്ല ഡോക്ടറെ. അതുകൊണ്ടല്ലേ ഞാൻ ഡോക്ടറെ സമീപിച്ചത്. ഞാനൊരു സൈക്കോ അനാലിസ്റ്റ് ആണ്. കേസ് പഠിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. പഠിക്കാനും പരീക്ഷ എഴുതാനും സമയമില്ലെന്ന് പറഞ്ഞില്ലടോ. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ചേട്ടത്തി, ഓ ഈ ബാഗ് എടുത്ത് അകത്ത് വെച്ചോളൂ. ശരി. ആവശ്യത്തിനും അനാവശ്യത്തിനും ഫോൺ ചെയ്യുന്ന നീ ഇക്കാര്യം മാത്രം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സത്യത്തിൽ ഞാൻ മറന്നുപോയതേട്ടാ. എക്സാമിന്റെ തിരക്കുണ്ടായിരുന്നല്ലോ. ഡോക്ടറെ ഭാർഗവൻ ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണോ? ബാംഗ്ലൂരിൽ ഭാർഗവന്റെ കൂടെ ഡോക്ടർ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞോ? ഇല്ല, പിന്നീട് ഫോൺ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല. എനിക്ക് നാളെ തന്നെ ന്യൂസ് പ്ലസ് മാഗസിനിൽ ജോയിൻ ചെയ്യണം. നാളെ തന്നെ? അപ്പൊ ഒട്ടും വിശ്രമമില്ലെന്നർത്ഥം. പഠിത്തം, പരീക്ഷ, ജോലി.
പക്ഷെ ന്യൂസ് പ്ലസിൽ സർവൈവ് ചെയ്യണമെങ്കിൽ ചില്ലറ കളിയൊന്നും പോരാ. ഹാർഡ് വർക്ക് ചെയ്യണം. ഏത് ജോലി ഇപ്പൊ വളരെ ചലഞ്ചിങ് ആണല്ലോ. മാസി, സിമ്പതി തുടങ്ങിയ വാക്കുകളുടെ സ്ഥാനത്ത് ഇപ്പൊ ഒറ്റ വാക്കേ ഉള്ളൂ: റിസൾട്ട്. റിസൾട്ട് ഉണ്ടാക്കില്ലെങ്കിൽ യു ആർ ഔട്ട്. തുടക്കത്തിൽ തന്നെ എഡിറ്ററെ ഞെട്ടിക്കാൻ വല്ല വഴിയുണ്ടോന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞെട്ടിക്കാന്ന് വെച്ചാ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫീച്ചർ. അത് ജെന്യുവൻ ആയിരിക്കണമല്ലോ. പുറകെ നടന്ന് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ വിഷയം ഞാൻ തരാം. എന്ത് വിഷയം? ഈ കറണ്ട് ഭാർഗവൻ തന്നെ ഒരു വിഷയമല്ലേ? ജോസഫ് മാത്യുവിന്റെ തിരോധാനം, കഞ്ചാവ് മാഫിയയുടെ നീക്കങ്ങൾ എല്ലാം വെച്ചൊരു ഫീച്ചർ തയ്യാറാക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിൽ വരും. ചിലപ്പോ പോലീസിന്റെ ജാഗ്രത കൂട്ടാനും അത് സഹായിച്ചെന്ന് വരും. ആ വരൂ വിനോദ്. റിംഗ് എക്സ്ചേഞ്ചിന്റെ ഡേറ്റ് ശരിയായെന്ന് ഇന്ന് കാലത്ത് അമ്മ പറയുന്നത് കേട്ടു. ആ അന്നതാ ആ ജനലിൽ കൂടി അകത്തെന്താ നടക്കുന്നു അറിയാൻ ഒളിഞ്ഞു നോക്കിയാ ഞാൻ. അപ്പോഴാ ഭാർഗവന്റെ സിംഗിനെ വെടിവെച്ചത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കാര്യത്തിന് അഭിനന്ദിക്കാൻ വന്നയാൾ എന്തിനിവിടെ വെടിവെച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? കൊള്ളാം. മേലോട്ട് വെച്ച വെടിയിൽ ചെറിയൊരു ഷാൻലിയർ ഉണ്ടായത് പൊട്ടി വീണത് ഞാനല്ലേ പിറക്കി കളഞ്ഞത്. ഡോക്ടർ മറന്നുപോയാ? ഇപ്പൊ സത്യം പറഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഭാർഗവൻ എന്തോ കാര്യത്തിന് ഡോക്ടറുടെ പുറകെയാണ്. ബാംഗ്ലൂർ പോയപ്പം അവിടെയും ഭാർഗവന സംഘവും കൂടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ അവിടെ ചെന്നപ്പോ അവിചാരിതമായി. അല്ല, ആദ്യം അയാൾ ഫോൺ ചെയ്തു, പിന്നീട് അയാൾ നേരിൽ പ്രത്യക്ഷപ്പെട്ടു. അനുപമ ദൃക്സാക്ഷിയാണല്ലോ. അനുപമ പറഞ്ഞു അല്ലേ? പറഞ്ഞു. ഡോക്ടർ, ഞാൻ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. അന്ന് ജോസഫ് മാത്യുവിന്റെ ഭാര്യയും മകളും വന്നില്ലേ? അന്ന് തന്നെയാണ് ഭാർഗവനും വന്നത്. എങ്കിൽ ഞാൻ ഇനി സത്യം പറയാം. ജോസഫ് മാത്യുവിന്റെ ഭാര്യയെ ഞാൻ ചികിത്സിക്കാൻ പാടില്ല എന്ന് കറണ്ട് ഭാർഗവൻ പറഞ്ഞു. രോഗികളെ ചികിത്സിക്കൽ ഡോക്ടറുടെ കടമയാണ്, പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ വാക്ക് തർക്കമായി. ആ ശരിയാണ്, അങ്ങനെയാണ് വെടിവെപ്പൊക്കെ ഉണ്ടായത്. അവരെ ചികിത്സിച്ച ഭാർഗവൻ എന്താ കുഴപ്പം? ഇത് തന്നെയാണ് ഞാനും ചോദിച്ചത് ഭാർഗവനോട്. ഹലോ ഡോക്ടറെ, ഞാനാ കറണ്ട് ഭാർഗവനാ. കറണ്ടോ? ഇവിടെ ഇപ്പൊ കറണ്ട് ഉണ്ടല്ലോ. കറണ്ട് പോകുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇയാളെന്താടോ പിച്ചും പയ്യും പറയുന്നത്? നാർക്കോട്ടിക്സ് അല്ലല്ലോ, അവിടെയും കറണ്ട് ഉണ്ടെന്നാ തോന്നുന്നേ. ഇല്ലേ, അവിടെ കറണ്ട് ഇല്ലേ? ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുക. കണ്ണപ്പനെയും ജബ്ബാറിനെയും അങ്ങോട്ട് വിടാം. എന്താ? ഐ എം സോറി, വെരി വെരി സോറി. കറണ്ട് വേണ്ട. എടുക്കണ്ട, ചുമ്മാ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ നാല് തെരുവ് കാര്യം. ഹലോ, ആരാടോ? സാറ് അന്നത്തെ പോലെ ഇന്നും കൂടെ വരണ്ട. ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. കുടിക്കാൻ എന്തെങ്കിലും? ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിസിറ്റി തന്നെയാ, പക്ഷെ ഹെവി വോൾട്ടേജാ. കറണ്ട് ഭാർഗവനെ. എന്നെ വിശ്വസിക്കൂ, അവരെ ചികിത്സിക്കാൻ പാടില്ലെന്ന പിന്നെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. By passing electric current through gases at very low pressure in a discharged tube proved clearly that an atom was a ഹലോ, നർക്കോട്ടിക് സെല്ലിലെ വിനോദ് കുമാർ എന്റെ ചേട്ടനാണ്. ബാംഗ്ലൂരിൽ പഠിക്കായിരുന്നു ഞാൻ. ഇപ്പൊ ഇവിടെ ന്യൂസ് പ്ലസ് മാഗസിനിൽ ജോയിൻ ചെയ്തു. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പേര് അനുപമ. സോഫയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? രണ്ടു ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലാക്കണം. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പക്ഷേ ഒരു പക്ഷേയില്ല, ഇപ്പൊ തന്നെ നമുക്ക് പോണം. ഞാൻ കുട്ടികളെ അയച്ചിട്ട്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അമ്മയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ആങ്സൈറ്റി ന്യൂറോസിസ് ആണിത്. ആക്ച്വലി ചികിത്സിക്കേണ്ടത് നിങ്ങളെയാണ്. കുട്ടിക്ക് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രഷർ കൊടുത്ത് അവനെ നെർവസ് ആക്കുകയാണ്. എന്തായാലും നാളെ തന്നെ കൊണ്ടുവരും. ഞാൻ വെൽക്കം. ചികിത്സിച്ച് ലോകത്തുള്ള ചികിത്സയായി ഒരാൾ വന്നിട്ടുണ്ട്. ആര്? ബാംഗ്ലൂർ. ഫോൺ വിളി വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ് അങ്കിൾ.
ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴെത്തി? കുറച്ച് ദിവസമായി. ആണോ? എന്നിട്ട് എന്താ വിളിക്കാതിരുന്നത്? ഇരിക്കും. താങ്ക് യു. ഞാൻ നിക്കണോ പോണോ? മിസ്റ്റർ അലിക്ക് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ബൈ ദി വേ മിസ്റ്റർ അലി, ദിസ് ഇസ് അനുപമ, ബ്രൈറ്റ്, ബ്രില്യന്റ്, ഇന്റലിജന്റ്. എങ്കിൽ മിസ്റ്റർ അലിക്ക് പോകാം. ഇതൊരു ക്ലിനിക്കാണ്, അത് ഓർമ്മ വേണം. അപ്പോ ഞാൻ ബാംഗ്ലൂരിൽ വന്നതൊക്കെ അനു ചേട്ടനോട് പറഞ്ഞു അല്ലേ? കൂട്ടത്തിൽ ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ കണ്ടപ്പോ ചേട്ടൻ പറഞ്ഞ് അയാളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ. അത് കുഴപ്പമില്ല. ഭാർഗവൻ ഒരു ക്രിമിനൽ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഞാൻ വന്നത് എനിക്ക് അയാളുടെ കുറച്ച് ഫോട്ടോസ് വേണം. എന്തിന്? എന്റെ റൂംമേറ്റ് ഒരു പെൺകുട്ടി ഈ ഭാർഗവന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അവള് പലതവണ ഇയാളെ കണ്ടിട്ടുമുണ്ട്. ഭാർഗവൻ ക്രിമിനൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് അവള് വിശ്വസിക്കുന്നില്ല. ആ ഭാർഗവൻ തന്നെയാണോ ഈ ഭാർഗവൻ എന്നറിയാൻ അവൾക്ക് നിർബന്ധമായും ഫോട്ടോ കാണോ അത്ര. എന്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഇല്ലല്ലോ അനു. വിചാരിച്ച 1-2 എങ്കിലും എടുത്തു തരാൻ കഴിയില്ലേ? അത് അയാള് സമ്മതിക്കോ? വേറെന്തെങ്കിലും കാരണം പറഞ്ഞാ മതി. പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ? ഒരു വഴിയുണ്ട്. ഓ, ഹലോ, ഡോക്ടർ രാജാറാമാണ്. അല്ല, ശാന്താറാമാണ്. അതായത് നമ്മുടെ മറ്റേ കാര്യമുണ്ടല്ലോ, ഏത് ഈ ആത്മവിശ്വാസം, ധൈര്യം, അതിന് ഞാനൊരു പുതിയ പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതായത് എനിക്ക് കുറച്ച് ഫോട്ടോസ് വേണമല്ലോ, ഒരു പുതിയ മെത്തേഡ് പരീക്ഷിക്കാനാ. എനിക്ക് വിവിധ ഭാവങ്ങൾ പകർത്തണം, എന്നിട്ട് പഠിക്കണം. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. അനു എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് ഞാനെങ്ങനെ നോ എന്ന് പറയും? താങ്ക് യു സോ മച്ച്. താങ്ക് യു. യു ആർ വെൽക്കം. താങ്ക് യു.